അസ്സലാമലൈക്കും എല്ലാവർക്കും KTS ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്നത് ദാദറിലേക്കാണ്. അപ്പോൾ നമ്മൾ ദാദറിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നാഗ്മാണി എക്സ്പ്രസ് എന്ന ട്രെയിനിലാണ്. അപ്പോൾ നമ്മൾ ആ ട്രെയിനിലുള്ള എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ സെമസ്റ്റർ ലീവ് പ്രമാണിച്ച് നമുക്ക് ഒരു മാസത്തെ വെക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ദാദറിലേക്ക് പോകണമെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലേക്ക് പോകാൻ നമ്മൾ ഡയറക്റ്റ് ട്രെയിനായ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആ ട്രെയിൻ എന്ന് വെച്ചാൽ അപ്പോൾ ഡയറക്റ്റ് കേരളത്തിലേക്കുള്ളതാണ്. അത് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പോകുന്ന ട്രെയിനാണത്. അത് കൊച്ചി വരെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടില്ലാത്ത കാരണം അതിൽ ഈ ക്രിസ്മസ് പ്രമാണിച്ച് സീസൺ ടൈം അല്ലേ, അപ്പോൾ അത് ഭയങ്കര വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഈ ദാദറിൽ നിന്നും നേരെ മുംബൈ എയർപോർട്ട് ടെർമിനൽ 1 നിന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് ഗൈസ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. മുംബൈയിൽ നിന്ന് നേരെ കോയമ്പത്തൂർ നേരെ ബസ് പിടിച്ച് നമ്മൾ നേരെ മലപ്പുറത്തിലേക്ക്. അപ്പോൾ നമ്മുടെ സെമസ്റ്റർ ലീവ് പ്രമാണിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, എന്തായാലും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ബെല്ലൈക്കൺ അമർത്തുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മൾ ട്രെയിൻ വരുന്നതെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം നമ്പർ 3 അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 4 വന്നിരുന്നു. കാരണം വെച്ചാൽ പുലർച്ചെ 3:30 നമ്മൾ ട്രെയിൻ അന്ന് ഇവിടുന്ന്, അതായത് ദിവാലി വെക്കേഷൻ അന്ന്, അതായത് ഒക്ടോബർ 23 അത് നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വാർത്തയായിരുന്നു ഇരുന്നത്. അപ്പോൾ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കുറച്ച് മുന്നോട്ടായി നമ്മളിപ്പോൾ നിന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നതാണ്. നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ബാക്ക് കാണുന്ന ചരക്ക് ട്രെയിനാണ്. അതിൻ്റെ ബാക്ക് കാണുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്ക് പോകുന്നത്. കാരണം വെച്ചാൽ അവിടെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അവിടെ നിന്ന് നേരെ CSMT എന്നൊരു നമ്മുടെ മുംബൈയുടെ മെയിൻ സ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ മുന്നേ കാണുന്ന ദാദർ സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് നമ്മൾ ടാക്സി പിടിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മളെ ഫ്ലൈറ്റ് വെച്ചാൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം എന്ന് വെച്ചാൽ 11 മണിയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇവിടുന്ന് 1:30 പുറപ്പെട്ടിട്ട് ഒരു 5 മണിയാകുമ്പോൾ എന്തായാലും അവിടെ എത്തും. അപ്പോൾ നമ്മളുടെ ഒരു പുലർച്ചെ നമ്മൾ ഈ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനും കാരണം, അതുപോലെ 5 മണിയാകുമ്പോൾ അവിടെ എത്താനും കാരണം എന്ന് വെച്ചാൽ മുംബൈ നഗരം എണീക്കുന്നതിന് മുന്നേക്ക് എയർപോർട്ടിൽ എത്തണം. കാരണം എന്ന് വെച്ചാൽ അറിയാലോ, മുംബൈ ഏരിയ ട്രാഫിക്കൊക്കെ എത്രയാണെന്ന് ഒരു തവണ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഒരു കാര്യങ്ങളും മിസ്സായിട്ടൊന്നുമില്ല, ഫ്ലൈറ്റൊക്കെ ട്രെയിനൊക്കെ മിസ്സായിട്ടൊന്നുമില്ല. മുംബൈക്കൊരു ആവശ്യത്തിനായിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ഞാൻ ഉള്ള കാര്യം പറയണല്ലോ, ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ്. അന്നൊരു അരമണിക്കൂറോളം എടുക്കുന്നൊരു ട്രിപ്പ് ഏകദേശം 3 മണിക്കൂറത്തോളം ഓട്ടോറിക്ഷയിൽ ഇരിക്കേണ്ടി വരുന്നു. അത്രയും ബ്ലോക്കാണ് മുംബൈ ട്രാഫിക്ക്. അപ്പോൾ മുംബൈ നഗരം എണീക്കുന്നതിന് മുന്നേക്ക് ദാദറിലെത്തി നേരെ എയർപോർട്ടിലേക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുലർച്ചെ 1:30 ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 5 മണിക്കൂർ എത്തുന്ന രൂപത്തിൽ, പിന്നെ 1 മണിക്കൂറത്തെ യാത്രയിൽ ടെർമിനൽ 1 എത്തുന്ന രൂപത്തിലൊരു വീഡിയോ ആയിട്ടാണ്, അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോകൾ എൻ്റെ വരെ കാണാൻ, കാരണം ഒരുപാട് കാര്യങ്ങൾ, സർപ്രൈസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോയല്ലോ. പിന്നെ അത് മാത്രമല്ല, ഈ എൻ്റെ വരെ കാണുന്ന വെച്ചാൽ അപ്പോൾ തന്നെ അടിച്ച് മാറലല്ല, ഓരോ സീക്വൻസായി നിങ്ങൾ കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്താണെന്ന്, നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു ഇൻസ്പയർഡ് ആയിക്കാണ്ട് ഓരോ വീഡിയോകളും ഇതേപോലെ രാത്രി സമയത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീഡിയോയുമായി ഞാൻ വരുന്നതും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ പ്ലാറ്റ്ഫോം നമ്പർ 3 പോകാം. നാസിക് റോഡിൻ്റെ ഉൾവശം, അതായത് മുൾവശം ഇങ്ങനെയാണ് കണ്ടോ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4 പോകാനുള്ള ഒരു ലെയർ ബ്രിഡ്ജാണിത്. സ്ട്രെയിറ്റ് ഒരു സ്ലോപ്പ് ബ്രിഡ്ജ് ഓവർ. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ ഇതാണ് ചരക്ക് ട്രെയിൻ കണ്ടില്ലേ, കണ്ടമാൻ ചരക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ. ഇത് ബോഗികളാണ് അധികം. ഇതിനൊക്കെ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പുലർച്ചെ 3:30-4 അപ്പോൾ നമ്മൾ വന്ന ടൈമിലൊക്കെ ഈ ബോഗികൾ ഇതേപോലത്തെ കണ്ടമാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എന്താ പറയുക, പുലർച്ചെ 3:30-4 നമ്മൾ പോണതിന് മുമ്പാണ് അതൊക്കെ വന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സൈഡിലൊക്കെ ബോഗികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മേൽവശത്തെ വ്യൂ കേട്ടോ.
അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 3 ബാക്കി ആരും കാണിക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 3. അപ്പോൾ നമ്മൾ 4 നിന്ന് നമ്മൾ 3 എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഏത് പൊസിഷനിലാണ് അത് മാത്രം അറിയില്ല. ഈ CSMTയിലുള്ള ഏരിയയിലേക്കാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടാണ്. അപ്പോൾ വേറെ ട്രെയിൻ വരുന്നുണ്ട്, അത് കണ്ടോളൂ. പ്ലാറ്റ്ഫോം നമ്പർ 3 വേറെ ട്രെയിൻ വരുന്നുണ്ട്, ആ വ്യൂ കണ്ടോളൂ. അതല്ല നമ്മുടെ ട്രെയിന്. കാരണം സമയം കണ്ടത് നിങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ സമയം 11 മണിയായിട്ടുള്ളൂ. അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. ആ ട്രെയിനിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടോ, ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഇനി 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ട്രെയിൻ വരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ ദാദറിലേക്ക് പോകുന്ന ആളുകളെ കൂടിയാണ് അപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ടോ ഈ റോ മുഴുവൻ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നാസിക്കിൽ നല്ല തണുപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്നത്തെ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 16-15 ഇടയിലാണ് തണുപ്പ് കാണുന്നത്. പിന്നെ ഇന്ന് 15 കാരണം ഇന്നലെ 16, ഇന്ന് 15. കാരണം പുലർച്ചെ 12:30 ആയിപ്പോൾ. അപ്പോൾ ഇന്ന് 15 ഡിഗ്രി. ഞാനെൻ്റെ ഹുഡി മറന്നുകിടും. സത്യം പറഞ്ഞാൽ ഈ ഫ്ലൈറ്റിൽ പോകാനുള്ള ഓൾറെഡി ലഗേജ് കുറച്ചുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് കാരണം അത് വെറുതെ അൺനെസസറി ആയിട്ട് കൊണ്ടോണ്ട് വെച്ചിട്ട് ഞാൻ എടുക്കാൻ മറന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഗായ്സ് തണുപ്പിൻ്റെ കാര്യം പറഞ്ഞത്. കുടിഞ്ഞ തണുപ്പാണ്. പിന്നെ ഇവിടെയുള്ള ആളുകളുടെ അടുത്തൊന്ന് 2 തോർത്തുമുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ തണുപ്പ് ഒതുക്കുന്നത്. എന്താ തണുപ്പ് അറിയുമോ, സഹിക്കാൻ കഴിയുന്നില്ല ഗൈസ്. ഏതായാലും നമ്മുടെ ട്രെയിൻ വന്നിട്ട് ബാക്കി കാര്യം കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ട്രെയിൻ വന്നിട്ടോ. ഈ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് കാണിക്കാൻ. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി ക്രൗഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ S8 ആണ് നമ്മളെ കോച്ച്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി ആരെ കാണിക്കാം. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ താനെ ഡിസ്ട്രിക്റ്റിലുള്ള താനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ ഡിസ്ട്രിക്റ്റിലാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ താനയിൽ നിന്നൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് ദാദറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാ ഏരിയ ഇപ്പോൾ കാലിയായി കിടക്കുകയാണ്. എല്ലാ ഏരിയ ഇപ്പോൾ കാലിയായി, എല്ലാവരും ഇറങ്ങിപ്പോയി. നമ്മളെ ലാസ്റ്റ് സ്റ്റോപ്പായ ദാദറിലേക്ക് ഇനി കുറച്ച് നിമിഷം കൊണ്ട് നമ്മൾ എത്തിച്ചേരും. അവിടെ നിന്ന് നേരെ നമ്മളൊരു ടാക്സി വിളിച്ച് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക്. അപ്പോൾ താനയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദാദർ താനയിലുള്ള സോ ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ ദാദർ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത ടാസ്ക്കായ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു റൂട്ട് നമുക്ക് കണ്ടെത്തുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 6 മണിക്ക് അടുത്താവാനായി. അപ്പോൾ നമുക്ക് ഇനി 3 മണിക്കൂറോളം ലേ ഓവറാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് 9 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈമുള്ളത്. അപ്പോൾ 9 മണി വരെ നമുക്ക് ലേ ഓവറാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ല. എന്നാലും നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാം. കാരണം മുംബൈ നഗരം ഇപ്പോൾ തന്നെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഫുൾ ബ്ലോക്കാണ് ഇവിടെ എല്ലായിടത്തും. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി നമ്മൾ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ട്രെയിനുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാബ് വിളിച്ചിട്ട് ക്യാബിൽ സംസാരിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് പോകാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ദ വ്യൂ ഓഫ് സെൻട്രൽ സ്റ്റേഷൻ ഓഫ് ദാദർ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ദാദർ സെൻട്രൽ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളോട് ഒരു എൻക്വയറി ചെയ്തപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് മുംബൈ എയർപോർട്ട് ടെർമിനൽ 1 അടുത്തുള്ള ഒരു സ്റ്റോപ്പായ റെയിൽവേ സ്റ്റേഷനായ സാന്താക്രൂസിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 ലോക്കൽ മെട്രോ ട്രെയിൻ പിടിച്ചാൽ നമുക്ക് എത്താൻ പറ്റുമെന്ന് പറയുന്നത്. കാരണം ഈ അന്തേരി എന്ന നമ്മുടെ ടെർമിനൽ 1 അടുത്ത് തന്നെയാണ് ഈ സാന്താക്രൂസ്. അപ്പോൾ അവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് മെട്രോ ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ നേരാണ്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മെട്രോ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിലൂടെ ഒരുപാട് മെട്രോ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. കാണുന്നത്
കണ്ടോ അവിടെ കണ്ടമാനം മെട്രോ ട്രെയിൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ മെട്രോ ട്രെയിൻ വരുന്നത് ഇവിടെ ആയിരിക്കും. അവിടെ നമ്മൾ ഈ പണ്ടത്തെ ലോക്കോമോട്ടീവ് WTC എന്ന ലോക്കോമോട്ടീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സിംഗിൾ ലോക്കോമോട്ടീവ് മാത്രമേ ഉള്ളൂ, ബോഗികൾ ഒന്നുമില്ല, വെറും സിംഗിൾ ലോക്കോമോട്ടീവ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലുള്ള വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടമാനം ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മുംബൈ നഗരം കണ്ടില്ലേ, ഇപ്പോൾ തന്നെ രാവിലെ തന്നെ തുറന്ന് കിടക്കുകയാണ് ഗൈസ്. നമുക്ക് എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്തിച്ചേരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തിച്ചേരണം. കാരണം എന്താ വെച്ചാൽ അറിയാലോ, മുംബൈ എയർപോർട്ട് ഏരിയയിലുള്ള ട്രാഫിക് ഈസ് ലോട്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സെൻട്രൽ സ്റ്റേഷനിൽ എത്തി ഇവിടെ നിന്ന് സാന്താക്ലോസ് പിടിച്ച് അവിടെ നമുക്ക് ഡയറക്റ്റ് ക്യാബ് വിളിച്ച് നമുക്ക് നേരെ പോകണം. അപ്പോൾ ബാക്കി ട്രെയിൻ വന്നിട്ട് കാണിക്കാം. സോ ലെറ്റ്സ് സീ ദ സെൻട്രൽ സ്റ്റേഷൻ ഓഫ് പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിൻ കയറിയിട്ട് കാണിക്കാം ബാക്കി കാര്യം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ മുംബൈ നഗരത്തിൻ്റെ മെട്രോ. ഇപ്പോൾ മെട്രോൻ്റെ അകത്തുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശാന്തി ക്രൂസ് ലക്ഷ്യമാക്കിയാണ് നമ്മളുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ശാന്തി ക്രൂസ് ഏകദേശം അരമണിക്കൂർ കൊണ്ട് എത്തിച്ചേരുന്നതാണ്. നമ്മൾ ഫൈനലി അങ്ങനെ ശാന്തി ക്രൂസ് എത്തിച്ചേർന്നു. അവിടുന്ന് ഇപ്പോൾ നമ്മൾ ക്യാബ് വിളിച്ച് അന്തേരി എന്ന നമ്മുടെ മുംബൈ എയർപോർട്ട് ടെർമിനൽ വന്ന് നിൽക്കുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ദാദർ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഈ മുംബൈ എയർപോർട്ട് ടെർമിനൽ വന്ന് നിൽക്കുന്ന അന്തേരി എന്ന സ്ഥലത്തേക്ക് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ഉണ്ട്. അപ്പോൾ അതിനടിയിൽ വരുന്ന സ്ഥലമാണ് ഈ ശാന്തി ക്രൂസ്. അപ്പോൾ അവിടെ നിന്നും അരമണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ നമ്മളെ മുംബൈ എയർപോർട്ടിൽ എത്തിച്ചേരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ശേഷം മുംബൈ എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് ബാക്കിയായി കാണിക്കും. അപ്പോൾ കാശ് നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് കയറി. അപ്പോൾ നമ്മളിപ്പോൾ മാനുവലി അല്ലാതെ നമ്മൾ സെൽഫ് ചെക്ക് ഇൻ ആയിക്കൊണ്ടാണ് എയർപോർട്ടിൻ്റെ അകത്ത് കയറിയത്. കാരണം എന്ന് വെച്ചാൽ ഡിജി യാത്ര എന്നുള്ളൊരു ആപ്പുണ്ട്. ആ ആപ്പ് ത്രൂ ആണ് നമുക്ക് എല്ലാം ബോർഡിംഗ് പാസ് എല്ലാം നമുക്ക് സെൽഫ് അറ്റാച്ച്ഡ് ആയിരിക്കണം നമുക്ക് കയറാം. നമുക്ക് ഈ സീറ്റ് ഇനി നമുക്കിപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഏത് സീറ്റാണ് നമുക്ക് കിട്ടുന്നോ അത് ചേഞ്ച് ചെയ്ത് വിൻഡോ സീറ്റിലേക്കും നമുക്ക് മാറ്റാവുന്നതാണ്. സീറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സീറ്റ് മാറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്കീമാണത്. ഡിജി യാത്ര എന്നുള്ള ആപ്പ്. അത് ഫ്രീ ആയിട്ടാണ് എല്ലാ സർവീസും കാര്യങ്ങളും എല്ലാം എയർപോർട്ടിൻ്റെ പുറത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലേഡിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ അങ്ങനെ ബോർഡിംഗ് പാസ് എല്ലാം ഇപ്പോൾ കൈ കിട്ടി. അത് ഇപ്പോൾ കാണിക്കാം. ബോർഡിംഗ് പാസ് ഇപ്പോൾ ബോർഡിംഗ് പാസ് എടുത്ത് നിൽക്കുകയാണ് ഞാൻ. ഇനി എനിക്ക് കൗണ്ടറിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കൗണ്ടറിൽ പോകേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ലഗേജ് കൊടുത്തേക്കാണ്ട് ഇതുണ്ടാവും, അത് അയക്കണം. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഇപ്പോൾ 12:10 ബോർഡിങ്. 12:55 ആകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ഇവിടുത്തെ ഡിപ്പാച്ചർ ചെയ്യും. പക്ഷേ നമുക്ക് 10 മണിയാകുമ്പോൾ ഇത് തുറക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തുറക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ലഗേജ് കൊടുത്ത് നമുക്ക് ഡയറക്റ്റ് ലോഞ്ച് പോയിരിക്കാം. ഇപ്പോൾ നമ്മൾ പുറത്തിരിക്കുകയാണ്, കൗണ്ടറിൻ്റെ പുറത്ത് പോയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറാൻ ഇനി അധികം ഏറിപ്പോയത് 2-3 മണിക്കൂർ കൂടി ബാക്കിയുണ്ട് ഗൈസ്. ഫൈനൽ നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് കയറി. ഇപ്പോൾ അവിടെ പുറത്ത് നമ്മളെ കൗണ്ടറിൽ പുറത്ത് ഇരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തും അത് കൗണ്ടറിൻ്റെ പുറത്തും ഇത് നമ്മൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കോറിഡോറിലുള്ള സീറ്റിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പാസഞ്ചേഴ്സ് ഇപ്പോൾ ബാക്കിൽ കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മാനുവലായിട്ടും. അതുപോലെ ഈ സെൽഫ് മെയ്ഡ് ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ലഗേജ് ത്രൂ അയക്കാനായിട്ടാണ് അങ്ങനെ ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകുന്നത്. നമുക്കും അതുപോലെ പോകണം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് 12:10 ബോർഡിംഗ് ആണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ബാക്കിയാരെ കാണിക്കാം. സോ എന്തായാലും വീഡിയോ എൻ്റെ കാണാം. ഓക്കെ. അപ്പോൾ കാശ് ഈ കാണുന്ന ടാഗാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ലഗേജിലേക്കാൻ പോകുന്ന ബാഗിലേക്ക് കിട്ടാനുള്ള ടാഗ് ഇപ്പം തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതേപോലെ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് സംഭവം കിട്ടുന്നത്. കണ്ടോ, പിന്നെ റിങ് ആയിട്ടുണ്ട്. അഹമ്മദിൽ നിന്നുള്ള എൻ്റെ ഫ്ലൈറ്റിൻ്റെ രജിസ്ട്രേഷൻ ടൈമും എൻ്റെ ഫ്ലൈറ്റ് നമ്പറും ഒരു കോയമ്പത്തൂർക്കുള്ള ഫ്ലൈയിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസുള്ള എൻ്റെ ടാഗ് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് കിട്ടുക, നേരെ ലഗേജിൻ്റെ അവിടേക്ക് പോവുക, കൗണ്ടറിൽ പോയി കണ്ട് ഇത് നേരെ പെട്ടിയാൽ ഏത് കൗണ്ടറിൽ പോയാലാണ് അയച്ചുകൊടുത്താൽ മതി. കാരണം ഇതിനനുസരിച്ചുള്ള ഫ്ലൈറ്റിലുള്ളത് പിന്നെ ക്യാബിൻ ക്രൂ തന്നെ അത് നേരെ ലഗേജിലായി ഫ്ലൈറ്റ് അയച്ചോളും. അപ്പോൾ എനിക്ക് ഇനി വേറെ പ്രൊസീജിയറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിജി യാത്രയിലുള്ള ബെനിഫിറ്റാണത്. നമുക്ക് ഈ കാണുന്ന മെഷീനാണ് ത്രൂ ആണ് എല്ലാം കിട്ടുന്നത്. ബോർഡിംഗ് പാസ് പുറത്തുനിന്ന് എടുക്കാം, അകത്തുനിന്നും എടുക്കാം. പക്ഷേ നമുക്ക്
ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ ബോഡി മാസ് പുറത്ത് നിർത്തിട്ട് ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ, വെറുതെ ക്യൂ നിൽക്കണ്ട, ഒന്നും നിൽക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ അകത്ത് കയറിയിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ലോഞ്ചിലിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ 12:10 നമുക്ക് ബോർഡിങ് ടൈം വരുന്നത്. ഇപ്പോൾ നമ്മളെ ലഗേജ് എല്ലാം അയച്ചു. നമ്മളെ കൂടുതലൊരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നല്ലോ, അതുകൂടി അയക്കേണ്ടതെന്ന് വന്നു. നമുക്കൊരു തവണ കൂടി കൗണ്ടറിൽ പോയി അവിടെ നിന്ന് ടാഗ് എടുത്ത് രണ്ടാമത് നമുക്ക് അയക്കേണ്ടി വന്നു. അതും അയച്ചു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇൻഫെക്ഷൻ പൗഡർ ക്യാരി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പൗഡേഴ്സ് കാര്യങ്ങളൊന്നും അലൗഡല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്ട്രിക്റ്റ്ലി റെസിസ്റ്റഡ് ആണ്. ഈ പൗഡർ ഐറ്റംസൊക്കെ ക്യാരി ചെയ്യുന്ന പെർഫ്യൂംസ്, അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, ചാർജസ് ഐറ്റംസ്, അതായത് ചാർജിങ് പറയുന്നത് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ, അതൊക്കെ സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ്. അത് നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ലഗേജ് ത്രൂ അയക്കാം. അപ്പോൾ ഫൈനലി നമ്മളെ എല്ലാ പ്രൊസീജിയറും എല്ലാം കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആഘോഷിച്ചും നമ്മളങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. വ്യൂ പോയിൻ്റ് ഇപ്പോൾ കാണാം. അപ്പോൾ ഇതാണ് മുംബൈ എയർപോർട്ട് ടെർമിനൽ 1ൻ്റെ അകത്തുനിന്നുള്ള വ്യൂ പോയിൻ്റ്. അകത്തുനിന്നുള്ള പുറത്തിലേക്കുള്ള വ്യൂ പോയിൻ്റ് ഇതാണ്. കണ്ടമാനം എയർക്രാഫ്റ്റാണ് ഗൈസ്. ആ സൈഡിലും അവിടെ കണ്ടമാനം എയർക്രാഫ്റ്റ്സാണ്. ആ കാണുന്ന ടെയിലിൻ്റെ റഡറിൻ്റെ പോർഷൻസ് കാണുന്നതൊക്കെ എയർക്രാഫ്റ്റാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൈസ്, ബോയിങ് 747, എയർ ഇന്ത്യ ബോയിങ് 747 എന്ന എയർക്രാഫ്റ്റ്. സത്യം പറഞ്ഞാൽ ആ കാണുന്ന ആ 2 രാജാക്കന്മാരാണ് സത്യം പറഞ്ഞാൽ എന്നെ ഏവിയേഷനിലേക്ക് അടുപ്പിച്ചത്. ആ പ്ലെയിൻ കാരണം അതിൻ്റെ ഒരു മെയിൻ ഒരാളുണ്ടായിരുന്നു. മെയിൽ, അതായത് ഈ വർഷം 2024 മെയിലാണ് എയർ ഇന്ത്യയുടെ ആഗ്ര എന്ന ഒരു മോഡൽ എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ആഗ്ര എന്ന പേരിലുള്ള എയർ ഇന്ത്യ ബോയിങ് 747-400 എന്ന എയർക്രാഫ്റ്റ് ഇവിടുന്ന് ബിഗ്സ് ഒരു കോൺട്രിബ്യൂട്ട് സല്യൂട്ട് കൊടുത്ത് എയർ ഇന്ത്യ അമേരിക്കയിലേക്ക് സെയിൽ ചെയ്തു. അതിപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ അമേരിക്കയിലാണത്. അത് മഹാവീർ ഡെസേർട്ടിലാണെന്നൊരു കോൺസ്പിറസി കേട്ടിരുന്നു. അത് സത്യമാണോന്ന് അറിയില്ല. പക്ഷെ എന്നാലും ആ എയർക്രാഫ്റ്റ് ഇപ്പോൾ റിട്ടയർമെൻറ്റുള്ള ഒരു എയർക്രാഫ്റ്റ് ഗേവിയാർഡിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു എയർക്രാഫ്റ്റ്. അതായത് നാട്ടിൽ നിന്നും സൗദിയിലേക്ക് ഞാൻ ഫ്ലൈ ചെയ്ത ഒരു എയർക്രാഫ്റ്റായിരുന്നു. അത് ഞാൻ ഫ്ലൈ ചെയ്തില്ല, പാസഞ്ചർ ആയിക്കാണ്ട് എൻ്റെ 4ാം വയസ്സിൽ യാത്ര ചെയ്തത്. അന്ന് മുതലാണ് എനിക്ക് ഏവിയേഷനോട് ഒരു അടപ്പ് തുടങ്ങിയത്. അതുപോലെ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ഓരോ വീഡിയോസായി പ്ലെയിനിനെ കുറിച്ചുള്ള ഓരോ ഡീറ്റെയിൽ വീഡിയോകളായി കണ്ട് മനസ്സിലൊരു പതിപ്പ് തുടങ്ങി പ്ലെയിനോടുള്ള. അത് ബോയിങ് 747-400 എന്ന എയർക്രാഫ്റ്റുകാരനാണ് വന്നത്. അത് മെയിനായിട്ട് ആ കാണുന്ന 2 ഇപ്പോൾ അതവിടെ 2 ഉണ്ട്. 4 ബോയിങ് 747-400 എയർ ഇന്ത്യക്കുള്ളത്. അതിൽ 1 ഇപ്പോൾ വിറ്റു, ബാക്കി 3 ബാക്കിയുണ്ട്. ഇപ്പോൾ ഇവിടെ 2 കാണുന്നുള്ളതിന് മുമ്പോട്ട് വന്നപ്പോൾ എന്താ പറയുക, നമ്മളുടെ ഗോ ഫസ്റ്റ് എയർലൈൻസ് ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ കമ്പനി പൂട്ടിപ്പോയി. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം, പൊളിറ്റീഷ്യൻ ഇഷ്യൂസ് കൊണ്ട് തന്നെയാണ് അത് ഓരോ എയർലൈൻ കമ്പനി പൂട്ടിപ്പോകുന്നത്. അപ്പോൾ ഗോ ഫസ്റ്റ് എന്ന എയർക്രാഫ്റ്റിൻ്റെ പ്ലെയിന് ഇതേപോലെ തന്നെ കണ്ടമാനം ഇവിടെ ഈ ഏരിയയിൽ ഇപ്പോൾ കണ്ടോ. മലേഷ്യൻ്റെ എയർക്രാഫ്റ്റ് ഇപ്പോൾ മലേഷ്യൻ കാർഗോ പ്ലെയിൻ ഇപ്പോൾ ലാൻഡ് ചെയ്തു. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, വീഡിയോയിൽ നിങ്ങൾ കണ്ടു തോന്നുന്നു. മലേഷ്യൻ്റെ എയർബസ് A330 എന്ന എയർക്രാഫ്റ്റാണ് ഇപ്പോൾ ലാൻഡ് ചെയ്തത്. അങ്ങനെ ഒരുപാട് പ്ലെയിനുകൾ ഗൈസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ ഖത്തർ എയർവേസിൻ്റെ ബോയിങ് 777-300ER എന്ന പ്ലെയിൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ എന്താ പറയുക, നമുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിസ്മയിക്കുന്ന ഒരു മേഖലയാണ് വ്യോമയാന മേഖല, എയർ ട്രാൻസ്പോർട്ട്. ഏറ്റവും എക്സ്പെൻസീവും അതുപോലെ ലൈഫ് റിസ്ക്കുള്ള, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു എൻജോയ്മെൻറ്റ് തരുന്ന, എന്തിനും ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഏരിയയാണ് ഏവിയേഷൻ ഫീൽഡ്. കാരണം ഏവിയേഷൻ ക്യാൻ മേക്ക് എ പേഴ്സൺ റിച്ച് ആൻഡ് ഏവിയേഷൻ ക്യാൻ മേക്ക് എ പേഴ്സൺ ഡൗൺ ഓൾസോ ടു ടേ എ ലിറ്റിൽ ബിറ്റ് മിസ്റ്റേക്ക്. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി കോടിക്കണക്കിന് രൂപയുള്ള പ്ലെയിനും കോടിക്കണക്കിന് എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്ത മനുഷ്യന്മാരുടെ ജീവനും. ഇന്ത്യയിൽ നടന്ന ഓരോ അപകടത്തിലും ഒരു ചെറിയൊരു
പങ്ക് മനുഷ്യന്മാർക്കും ഉണ്ട്. 12:10 തന്നെ ഗേറ്റ് നമ്പർ 13 ഓപ്പൺ ആവും. അത് കഴിഞ്ഞ ശേഷം ബസ് കയറി ഡയറക്റ്റാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റിലെത്തിയിട്ടുള്ള സീക്വൻസ് അതിലുള്ള അപ്പോൾ അതിന് ശേഷം ബാക്കിയാണ് കാണിക്കാം.